ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. ഇന്ന് നമുക്കൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഒരു 6:15 6:30 കാണണം. അത് ലേറ്റാന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് മുമ്പേ എഴുന്നേറ്റിട്ട് നമ്മുടെ കാശിക്കുട്ടൻ ആ ടൈമിൽ ഫീഡ് ചെയ്യുന്ന ടൈമാണ്. മിനിമം ഒരു മണിക്കൂറെങ്കിലും മിനിമം ആയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങുക. പക്ഷേ ഇന്ന് അവൻ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു പടക്കം പൊട്ടിക്കൽ ഉറപ്പാണ്. അപ്പോൾ ഇച്ചിരി ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ, അതാണ് സത്യം. അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും അറിയാം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ, അത് നമ്മൾ കെറ്റിലിൽ വെള്ളം വെക്കുകയാണ് കേട്ടോ. ചായക്ക് വെള്ളം വെക്കാനായിട്ട് കെറ്റിലിൽ വെള്ളം വെക്കുകയാണ്. ഈ കെറ്റിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. നമ്മൾ കെറ്റിൽ നന്നായിട്ട് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ പാറൂസ് എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. നല്ല ചുമയാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ചുമയും കുറേയൊക്കെ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ രാത്രി നമ്മൾ ഫുൾ വീട്ടിൽ അടുക്കള ഫുള്ള് ക്ലീനാക്കിയിട്ടൊക്കെ എടുക്കാറ്, അതായത് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടൊക്കെ എടുക്കാറ്. അതിപ്പോൾ സീതമ്മ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെയാണ് ശീലിച്ചിട്ടുള്ളത്. കീത്തും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമല്ല പാത്രങ്ങൾ വെക്കുന്നത്. ഇനി അഥവാ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു അസൗകര്യം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം വല്ലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുള്ളൂ. ചില വീടുകളിൽ അങ്ങനെയല്ല, തലേ ദിവസത്തെ പാത്രം, അതായത് രാത്രി പക്ഷത്തിലത്തെ പാത്രം അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെയല്ലേ കഴുകാറ്. അപ്പോൾ നമ്മളോട് അങ്ങനെയല്ല കേട്ടോ. നമുക്കപ്പോൾ ഈ ഒരു പണിയില്ല. പാറൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ്, ഭയങ്കര ഇഷ്ടമാണ്. പാറുപ്പോൾ ചോറ് കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റാണ് പാറൂട്ടന് കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ ഇപ്പോഴായി പിന്നെ ചോറ് കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാനതിങ്ങനെ നന്നായി പ്രോത്സാഹിപ്പിക്കും. ഉച്ചയ്ക്ക് ചോറിനല്ലേ നല്ലത്. അപ്പോൾ അത് കുറച്ച് ഗ്രീൻ പീസ് ഞാൻ ഏട്ടന് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ചെറുപയർ മുളപ്പിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലേ, മുളപ്പിച്ചിട്ട് കറി വയ്ക്കുന്നത്, അതേപോലെ ഗ്രീൻ പീസ് മുളപ്പിച്ചിട്ട് കഴിക്കാനായിട്ടാണ് ആൾക്ക്. അപ്പോൾ ഗ്രീൻ പീസ് ആദ്യം തന്നെ കുക്കറിലിടാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് ഈ പറഞ്ഞ പോലെ നമ്മൾ പാറൂസിന് വേണ്ടിയിട്ടുള്ള ചോറ് മാത്രം ഇച്ചിരി കുക്കറിൽ ആക്കാണ് ചെയ്യാറ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ചുമ കേൾക്കുന്നുണ്ടാവില്ലേ. പാറൂസിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ചുമയുണ്ട് ആൾക്ക്. അപ്പോൾ എവിടെ പറഞ്ഞെത്തിയത്, ഗ്രീൻ പീസിൽ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചില കറികൾ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. അതിലൊരെണ്ണമാണ് ഈ ഗ്രീൻ പീസ് ഉപ്പേരി കേട്ടോ. ഗ്രീൻ പീസ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലെയല്ല, നല്ല ഉപ്പേരിയായിട്ട് ഇങ്ങനെ ഒരു മസാല ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെയാണ് എനിക്കിഷ്ടമാണ്. ഇവിടെ നിഖിലിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായ ഒഴിക്കാൻ മുമ്പ് നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ ഫ്ലാസ്ക് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇതെന്നും ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരും. കട്ടൻ ചായ ആണല്ലോ നമ്മൾ ഒഴിച്ച് വെക്കുന്നത്. അത് ഇന്ന് രാവിലെ കട്ടൻ ചായ ഒഴിച്ച് വെക്കുന്നത് നമ്മൾ പിറ്റേ ദിവസം വെളുപ്പിനാണ് കളയുക. അപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് കളയുമ്പോൾ പോയതൊരു ചൂടുണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് കുറേ വർഷമായിട്ട് അമ്മയുടെ നിധി പോലെ കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വളരെ കുറവ് മധുരം, വളരെ കുറവ് കടുപ്പമാണ് ഇടാറ്. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. നല്ല മധുരം നല്ല കടുപ്പുള്ള ചായയാണ്. പക്ഷേ ഇവിടുത്തെ ഇങ്ങനെ കുടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് കുടിക്കുമ്പോൾ എനിക്ക് കഷായം കുടിക്കുന്ന പോലെയാണ് കേട്ടോ. ഞാൻ ഇവരുടെ ജീരക വെള്ളം എന്നാണ് ഞാൻ പറയുക. കാരണം അത്രയും കടുപ്പം കുറവും മധുരം കുറവാണ് ഇവിടെ ചായ വയ്ക്കുന്നത്. കുട്ടച്ചന് കുറച്ച് കടുപ്പവും മധുരം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്ലാസ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്ലാസ്ക് വൃത്തിയാക്കാൻ വയ്ക്കും. എന്നും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടേ ഒരു പൊട്ടമണം നിൽക്കുക അങ്ങനെ ഒന്നുമില്ല. അതായത് തിളച്ച വെള്ളം കുറച്ച് നേരം ഒഴിച്ച് വയ്ക്കുന്നതുകൊണ്ട് ഫ്ലാസ്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കും, എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ചായ ഒഴിക്കാറുണ്ട്. ഇന്ന് ഇത്തിരി കടുപ്പം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ കട്ടൻ ചായ ഏട്ടനും അതേപോലെ തന്നെ സീതമ്മയാണ് പാൽ ചായ കുടിക്കാത്ത ആൾക്കാർ. ബാക്കി എല്ലാവരും കട്ടൻ ചായയും കുടിക്കും, പാൽ ചായയും കുടിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് 2 പേരാണ് മെയിനായിട്ട്. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. പിന്നെ നമ്മൾ കുത്തരി ഉണ്ടല്ലോ, ആ കുത്തരിയാണ് നമ്മൾ ചോറ് വെക്കുന്നത്. അപ്പോൾ അത് കഴുകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ ഒരു സൈഡിൽ കുഞ്ഞടുക്കളയിലായിട്ടും ചെറിയൊരു സിങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ വെള്ളമൊക്കെ യൂസ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് കഴുകും. അരി കഴുകൽ, വാഷ് ചെയ്യലൊക്കെ ഈ ഒരു സിങ്കിൽ വന്നിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പം എടുത്ത് വെച്ചതാണിത്. പിന്നെ നമ്മൾ നമ്മുടേതായ പണിയിലേക്ക് പോയി. അമ്മയുടെ എനിക്ക് ഓരോന്നും അമ്മ ചെയ്ത് തരുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ സമയവും നോക്കുന്നുണ്ട്. ഇച്ചിരി ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ലേറ്റ് ആയിട്ടാണല്ലോ ഓൾറെഡി എണീറ്റത്. അപ്പോൾ അടുപ്പത്തേക്ക് നമ്മൾ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളമുണ്ട്. പിന്നെ ഗ്രീൻ പീസ് തോരനുള്ളതും ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും അഭ്യർത്ഥന പ്രമാണിച്ച് നമ്മൾ വുഡിൻ്റെ ഒരു കട്ടിംഗ് ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത്. വളരെ ചെറുതാണ് കേട്ടോ, ഭയങ്കര ചെറുതാണിത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ്. ഇപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പണ്ട് എനിക്കിങ്ങനെ വെവ്വിൻ്റെ സംഭവം ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. പരിപ്പ് എന്തോരം വെവ്വണം, പരിപ്പ് ചിലപ്പോൾ പായസമാക്കി വയ്ക്കും, കടല ചിലപ്പോൾ വെവ്വാണ്ട് വയ്ക്കും. ഈ ഗ്രീൻ പീസിനും കടലയ്ക്കൊക്കെ അത്യാവശ്യം ഇത് വേണമല്ലോ. പിന്നെ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ടായതുകൊണ്ട് പെട്ടെന്ന് കുതിർന്നോളും. ഈ പാറുമോൾക്കാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ഗ്രീൻ പീസ് ഇങ്ങനെ ഒട്ടഞ്ഞ പോലെ വയ്ക്കും. പാറിന് ഇങ്ങനെ മണിയായിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ചപ്പോൾ അത് കറക്റ്റ് അങ്ങനെ മണി പോലെ കിടന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു പൊട്ടിക്ക് വെവ് കൂടുതലുണ്ട്. അതായത് നല്ല രീതിയിൽ വെവ്വേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായാലല്ലോ നിങ്ങൾക്ക്. പാറുവിന് അങ്ങനെയാണ് ഇഷ്ടം. അപ്പം ഞാൻ ചോറും തൈരും ഈ ഒരു ഗ്രീൻ പീസ് തോരനും കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഗ്രീൻ പീസ് ഉള്ള ദിവസങ്ങളും ഈ പറഞ്ഞ പോലെ കുത്തരിയുടെ ചോറ് വയ്ക്കുന്ന ദിവസങ്ങളിലും നല്ല കഞ്ഞിയാണ് പാറൂസിന് കൊടുക്കാറുള്ളത്. അപ്പം ഇന്ന് വിചാരിച്ചു കഞ്ഞി കൊടുക്കണ്ട, വേറെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഇനി എൻ്റെ വീട്ടിൽ ഞാൻ ഗ്രീൻ പീസ് തോരൻ വെക്കുന്നത് എങ്ങനെയാണ്, ഗ്രീൻ പീസ് തോരൻ പുഴുക്ക് അതൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് മെയിനായിട്ട് വെളുത്തുള്ളി അതേപോലെ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. എനിക്കിങ്ങനെ നല്ല രീതിയിൽ സവാളൊക്കെ മൊരിഞ്ഞ് കിട്ടണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. നമ്മുടെ ഗ്രീൻ പീസ് പുഴുങ്ങാൻ വെച്ചപ്പോൾ തന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വേപ്പിലിടുക. അരിക്കുള്ള വിസിലാണ് കേട്ടോ ഇപ്പോൾ വന്നത്. ഇപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. കുത്തരിയുടെ ഒരു 4-5 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും എന്തായാലും. പിന്നെ പാറൂസിന് എന്ത് പുഴുക്ക് കൊണ്ടുപോകുണ്ടെങ്കിലും ഒരു പൊടിക്ക് മുളക് പൊടിയേ ഇടാറുള്ളൂ. ഇതിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് വളരെ കുറച്ച് പാറുവിന് ഇടാറുള്ളൂ. ഭയങ്കര എരിവ് അതിലേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറു കിടന്ന് പെടയും. ഇനിയിപ്പോൾ ഇതിൽ എരിവ് ഉണ്ടെങ്കിൽ തന്നെ പാറൂസ് പച്ച ചോറ് കഴിച്ചിട്ട് വരും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനാണ്, പച്ചച്ചോറ് എങ്ങനെ കഴിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ചിടുള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മുടെ വാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടാവും. ഗ്രീൻ പീസൊക്കെ ഞങ്ങൾ കുറേ നാൾ ഇപ്പം അടുത്താണ് ഗ്രീൻ പീസൊക്കെ വെച്ച് തുടങ്ങിയത്. ഗ്രീൻ പീസ് ഒന്നും ഇവിടെ അങ്ങനെ വെക്കത്തില്ല. പാറൂസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെച്ചുടങ്ങുക. അല്ലെങ്കിൽ വല്ലപ്പോഴും നമ്മൾ കുറുമക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ടേ വെക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ പാറൂന് ഈ പറഞ്ഞ പോലെ പച്ചക്കറീനേക്കാളും പയറുവർഗ്ഗങ്ങളൊക്കെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. കടൽ, പരിപ്പ്, പയർ, മുതിര അതൊക്കെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കുഴപ്പമില്ല, അതൊക്കെ ഇച്ചിരി ചിലവ് കുറവാണ്, അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ ചോറും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാല ഇട്ട് കൊടുക്കുക. എനിക്ക് തോന്നി കടലപ്പുഴുക്കിലും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മസാല പോലെ വെക്കില്ലേ, അതിലും ഈ ഗ്രീൻ പീസിലൊക്കെ ഗരം മസാല ഇട്ടാൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് തോരൻ റെഡി ആയിട്ടുണ്ട്. പാറുട്ടിക്കിനുള്ള വെള്ളം വെക്കേണ്ട, അതും നമ്മൾ കെറ്റലിൽ തന്നെയാണ് വെക്കാറുള്ളത്. ഓരോ ദിവസം ഓരോ ഇലയാണ് കേട്ടോ. ഇലയല്ല, ഓരോന്നാണ് ഇടാറ് നമ്മൾ. ചില ദിവസം ഇതിടും പതിമുഖം, ജീരകം, അതേപോലെ തന്നെ ചില ദിവസം കറുകലിടും, ചില ദിവസം പനിക്കൂർക്കിടും, ഓരോ ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അമ്മയുണ്ടല്ലോ മൈദ ഇങ്ങനെ അരിച്ച് വെച്ചിരിക്കുകയാണ്. മൈദ ഇങ്ങനെ കട്ട പോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ അരിച്ച് വെച്ചതാണ് കേട്ടോ. പാറൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മുട്ടപ്പത്തിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊന്നും വലിയ സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല കേട്ടോ. മേലേക്ക് ഞാൻ കയറിയപ്പോഴത്തേനും ഏട്ടൻ 2 പേരെയും വിളിക്കുന്നുണ്ടായിരുന്നു എണീപ്പിക്കാനായിട്ട്. അപ്പോഴത്തേനും കാശി എണീറ്റു. കാശീനെ പൊക്കിക്കൊണ്ടുപോയിട്ടോ. കാശി വില്ല് പോലെയായി, പക്ഷേ കാശിക്ക് ഇനിയും ഫീഡ് ചെയ്ത് കിടക്കാനുള്ള സമയം ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് തന്നെ കരഞ്ഞാലും കുഴപ്പമില്ല, അവൾ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പാറൂസിന് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പാറുവിനെ ഏൽപ്പിച്ചിട്ട് ബ്രഷും പേസ്റ്റൊക്കെ കൊടുത്ത് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറക്കി വിടും. പല്ലൊക്കെ തേച്ച് അവളെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവളെ കയറി വരിക. കുളിപ്പിച്ചിട്ട് തന്നെയാണ് കയറി വരുന്നത്, പുറത്തൊക്കെ നിർത്തി തന്നെ കുളിപ്പിക്കും. അപ്പോൾ അങ്ങനെയാണ്. അമ്മ ദേ അപ്പോൾ അമ്മയുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. ദേ അച്ഛന് ഒരു ഗ്ലാസ് പാൽ ചായ വെച്ചിരിക്കുകയാണ് കേട്ടോ. പാൽ എങ്ങനെയാണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഇച്ചിരി ബാക്കി ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് വെക്കും നമ്മൾ. രാവിലെ അച്ഛന് ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കും. എനിക്കായാലും രാവിലെ തന്നെ ഇങ്ങനെ ചായ കുടിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോഴായി പിന്നെ അങ്ങനെ ചായ കുടിക്കലില്ല. രാവിലെ തന്നെ അച്ഛന് വേണ്ടിയിട്ട് ഒരൊറ്റ ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട്. അത് ആറ്റിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് എൻ്റെ വീട്ടിലത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ചായ. നല്ല കടുപ്പും മധുരമൊക്കെ ഇട്ടിട്ട് പാല് നല്ലോണം ഒഴിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ള ചായയാണ്. അയ്യോ, ഈ ചായ കുടിച്ച് പുറത്തിറങ്ങിയിട്ട് ഒരു ചായ ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പോൾ ദേ അമ്മ മുട്ടപ്പത്തിരിക്കുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ മൈദ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കാം. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കാണിച്ചിട്ട് വേണം. അമ്മയാണെങ്കിൽ ഒരു തരി പോലും ഉണ്ടാവില്ല ആ ഒരു മാവിൽ. ഇങ്ങനെ അതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കും. കുറച്ച് ഉപ്പിട്ടിട്ട് അതേപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള
മൈദപ്പൊടി, അതിലേക്ക് ഉപ്പ്, ഇപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കലക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ നമ്മുടെ ചിയ സീഡ് ഉണ്ടല്ലോ, ഞാനും അമ്മയും കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരൊറ്റ സ്പൂണാണ് നമ്മൾ ഇടുന്നത്. അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നല്ലോണം ലേറ്റായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം ഇന്ന് പ്ലാൻ ചെയ്യണോ വീഡിയോ എടുക്കണമെന്ന് പിറ്റേ ദിവസം ഞാൻ ലേറ്റും. എന്നിട്ട് ഓട്ടപ്പാച്ചിലാണ്. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം കവർ ചെയ്യും കേട്ടോ. മിക്ക ദിവസവും അച്ഛനാണ് യൂണിഫോം തേച്ച് തരാറുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ല, അച്ഛൻ അങ്ങനെ അടിപൊളിയായിട്ട് ഷർട്ടൊക്കെ തേക്കുന്നു, വടി പോലെയൊക്കെ എടുക്കും യൂണിഫോമും അച്ഛൻ്റെ ഒക്കെ ഷർട്ടൊക്കെ തേക്കുമ്പോൾ സൂപ്പർ. അതുപോലെ 2 ആണുങ്ങളും അതുപോലെ തേക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അച്ഛനാണ് ഏറ്റവും നന്നായിട്ട് ഷർട്ടൊക്കെ തേക്കുക. ഞാനൊന്നും അയൽവക്കത്തേക്ക് എത്തില്ല കേട്ടോ. അപ്പോൾ അച്ഛനോട് ആ ഷർട്ട് തേക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് നാളികേരം ചെരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാലിന് വേണ്ടിയിട്ട് കേട്ടോ, നാളികേരം ചെരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് 1 പ്ലേറ്റിനുള്ള ചോറ് ഞാൻ ഊറ്റി മാറ്റി വയ്ക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും, ഫാനിൻ്റെ ചോട്ടിലെങ്ങാനും കൊണ്ട് വെക്കും, ചൂടാറാൻ വേണ്ടിയിട്ട് കൊണ്ട് വെക്കും. ഈ ഒരു കുത്തരിയുടെ ഞാൻ ആദ്യം തന്നെ വെള്ളം ചേർക്കാണ്ട് കുറച്ച് കഞ്ഞി മാറ്റി വയ്ക്കും. അതിങ്ങനെ കുറുകി ഇങ്ങനെ ഇരിക്കുന്ന കഞ്ഞിയാണ്. നല്ല ടേസ്റ്റാണ് കുത്തരി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെന്ത കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. കുത്തരിക്കഞ്ഞിയുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ മുട്ടപ്പത്തിരിക്കൊക്കെ പാലൊക്കെ പിഴിയണമെങ്കിൽ നമുക്ക് 1 മുറി എന്തായാലും 1-1.5 മുറി നാളികേരം എന്തായാലും ആവശ്യമാണ്. കാരണം ഞങ്ങൾ 10 പേരുണ്ട്. ഉണ്ണികൾക്കായാലും നമ്മൾ മുട്ടപ്പത്തിരി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് പാല് മരുന്ന് കഴിക്കാട്ടെ നമുക്കിപ്പോൾ. ഉണ്ണികൾക്കാണെങ്കിലും നമ്മൾ പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം പാലൊഴിച്ച് ഇങ്ങനെ കുതിർത്തിട്ടല്ല കൊടുക്കുക. അപ്പം ഇത് ശരിക്കും പോരാണ്ടായിട്ടോ. ഇത് കുറച്ചും കൂടെ പാല് വേണ്ടി വന്നു. ടിഫിൻ ബോക്സിലേക്ക് ഇപ്പോൾ പാറൂസിന് സീഡ്സ്, പിന്നെ എന്താ പറയുക, അണ്ടിപ്പരിപ്പ്, ബദാമൊക്കെ ഇട്ടത് എന്നോട് കുറേ കെഞ്ചിയപ്പോൾ കുറച്ച് ഉപ്പേരിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉപ്പേരുന്ന് അലൗഡല്ല അവിടെ. നല്ല ചീത്ത എന്തായാലും കേൾക്കും. കരച്ചിലായിരുന്നു ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇട്ട് കൊടുത്തതാണ്. പിന്നെ പാറുട്ടണത് ഇത്തിരി ചോറ് ഇങ്ങനെ ഇതിൽ കാണുമ്പോൾ ഇത്തിരി ഉള്ളെങ്കിലും ചോറ് അത്യാവശ്യത്തിന് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ പറ്റിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രീൻ പീസ് സൈഡിൽ ഇട്ട് കൊടുക്കും. പിന്നെ ഗ്രീൻ പീസ് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സൈഡിൽ കുറേ ഇട്ട് കൊടുക്കുന്നത്. ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഒരു പൊടിക്ക് കാണാനേ വെക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ തൈര്, നല്ല കട്ട തൈരുണ്ടല്ലോ, ആ കട്ട തൈര് ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് വയ്ക്കും. പിന്നെ അതിൽ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റ് ഉണ്ടായിരുന്നു, അവൾക്ക് ഇത്തിരി സാലഡ് പോലെ ആക്കി കൂടുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. ആ സവാളൊന്നും അങ്ങനെ കടിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ പാറൂസിനെയും വിളിച്ച് പറക്കി ഞാൻ ഡ്രസ്സ് മാറ്റിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. ആ നേരം കൊണ്ട് പാവേട്ടൻ കാശീനെയും കയ്യിൽ പിടിച്ചിട്ട് ലഞ്ച് ബോക്സിൻ്റെ തുണി കെട്ടിത്തരാണ് കേട്ടോ, കർച്ചീഫ് കെട്ടിത്തരാണ്. എന്താ പറയുക, ഏട്ടനില്ലെങ്കിൽ എൻ്റെ കാര്യം ഹവ്യം. കാശിയുടെ എല്ലാ കാര്യവും രാവിലെ ചെയ്ത് കൊടുക്കുക ഏട്ടനാണ്. അവനെ ഫുഡ് കൊടുക്കലും ചായ കൊടുക്കലും അപ്പിടിക്കലും എല്ലാ കാര്യം രാവിലെ ഏട്ടനാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് കാശിയുടെ കാര്യം രാവിലത്തെ നോക്കേണ്ടി വരില്ല. കാശില്ല എന്നുണ്ടെങ്കിൽ കാശി വേറെ ആരെടുത്തും കൂട്ടാക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് തരാനൊക്കെ ആയിട്ടും ഏട്ടൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഭർത്താക്കന്മാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞങ്ങൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പോൾ കീത്തൂനായാലും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഞങ്ങൾക്കൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ഡീൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എനിക്കിപ്പോൾ ഏട്ടനില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ഏട്ടനില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. അയ്യോ ഏട്ടനില്ലല്ലോ. ഈവൻ എനിക്കൊരു കല്യാണത്തിനടക്കം ഏട്ടനില്ലാണെങ്കിൽ പോകാൻ പറ്റില്ല. കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. അവരില്ലാണ്ട് ഒന്നും പറ്റില്ല. അവരെല്ലാതും കൂടെ നിന്ന് സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളും അതിനോട് ഓക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് അവരില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഒരുപാട് സ്ത്രീകളില്ലേ, അവർ ഭയങ്കര എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരില്ലേ, അവർക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാം അങ്ങനെയല്ലേ. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ കുറേ കാര്യത്തിൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഏട്ടനില്ലാണ്ട് സത്യം പറഞ്ഞാൽ പറ്റത്തില്ല. അതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ ഏട്ടൻ അവിടെ ടിഫിനും ലഞ്ച് ബോക്സും വെള്ളമൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ പാറൂസിന് ഇതേ മുടി കെട്ടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുടി ഇങ്ങനെ റിബൺ കെട്ടഴിക്കാനുള്ള തിക്കും തിരക്കിലും വെപ്രാളത്തിലൊക്കെയാണ് കേട്ടോ അവൾ. പാറൂസിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തലൊക്കെ 1-2 കൂടുമ്പോൾ തല കുളിക്കാറുള്ളൂ. ഇപ്പോൾ വീണ്ടും മുടിക്ക് ലെങ്ത്ത് വെച്ചു, വീണ്ടും ഈ പറഞ്ഞ പോലെ 2 ഭാഗത്ത് കെട്ടിക്കൊണ്ടുകൊണ്ട് ഓരോ പണികളാണ്. അപ്പോൾ അതേ പാറുവിൻ്റെ മേക്കപ്പ് ചെയ്യാൻ നിൽക്കാൻ കേട്ടോ. പാറൂസിൻ്റെ ലോഷൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ജോൺസൺ ബേബി ആണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യണത്. പിന്നെ പൊട്ടൊക്കെ തൊട്ട് പിരികനൊക്കെ എഴുതിച്ച് ഇടാണ് കേട്ടോ.
ഈ പറഞ്ഞ പോലെ കണ്ണെഴുതാനൊക്കെ ഭയങ്കര മടിയല്ല, പേടിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്, എൻ്റെ അടുത്ത് കണ്ണെഴുതാൻ പാറു കൂട്ടാക്കത്തേ ഇല്ല. മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അവൾ എങ്ങനെ വേണമെങ്കിലും കാണിച്ചു കൊടുത്തോളും, എൻ്റെ അടുത്ത് സമ്മതിക്കില്ലല്ലോ കേട്ടോ. അപ്പോഴത്തേനും അമ്മ ദേ ഇവിടെ മുട്ടപ്പത്തിരിക്ക് സെറ്റാക്കാണ്. ഈ ലേറ്റ് ആവുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ അമ്മ നിൽക്കണോണ്ട് ഭയങ്കര ഉപകാരമാണ്. കാരണം ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യുക അത് ചെയ്യും എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഒരാളുണ്ടല്ലോ. ഇനി അഥവാ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഞാൻ ഭയങ്കര ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കീത്തൂരെ വിളിക്കും, കീത്തു താഴെ വായോ അങ്ങനെ വിളിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഓട്ടപ്പം എന്ന് പറയും, അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ ഇതിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മുട്ടപ്പത്തിരി എടുത്തു പാറൂസിന് മുട്ടപ്പത്തിരിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഈ ഒരു ചട്ടി ഉണ്ടല്ലോ ചൂടാക്കണേക്കാൾ മുമ്പ്, ചട്ടി വെക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ മാവിന് വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തൊണ്ടിട്ടൊന്ന് ഉരയ്ക്കും. അപ്പോൾ ഇങ്ങനെ ചട്ടിയിൽ പെട്ടെന്ന് പിടിക്കാണ്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു മുട്ടപ്പത്തിരിയും കുറച്ചധികം പാലൊക്കെ എടുത്തിട്ട് മസ്കിട്ട് സോപ്പ് ഇട്ടിട്ടൊക്കെ ചെല്ലാണ് ഞാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ മുട്ടപ്പത്തിരി ആണെങ്കിൽ നമുക്ക് അധികം എന്താ പറയുക ചിന്തിച്ച് കുഴയേണ്ട ആവശ്യമില്ല, പാറൂസ് വേഗം തന്നെ കഴിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നും അവർ മടി കൂടാണ്ട് കഴിക്കുന്നത് എന്താണെന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പാറപ്പോൾ കണ്ണാടിലിരുന്ന് ഭയങ്കര സ്റ്റൈൽ നോക്കണതാണ്. എൻ്റെ എല്ലാ ബ്യൂട്ടി പ്രൊഡക്ട്സും അവൾക്ക് യൂസ് ചെയ്യാൻ അറിയാം. ഇത് എന്തിന് അതെന്തിന് എല്ലാം അത് അവൾക്കറിയാം. ക്രാവിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്രാവ് എന്നെ കണ്ടിട്ടാണല്ലോ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊമോഷൻസൊക്കെ കാണും, അങ്ങനെയൊക്കെ കണ്ടിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതെ പാറു സക്സസ്ഫുള്ളി അത് കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു 2-2.5 മുട്ടപ്പത്തിരി കൊടുത്തിട്ടാണ് ഞാൻ രാവിലെ വിട്ടത്. എനിക്കങ്ങനെ രാവിലെ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് കഴിച്ച് പോകുമ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ്. പിന്നെ ഇവരുടെ ഒരു ടിഫിൻ ടൈം 9:30 to 10 o'clock ടിഫിൻ ടൈം ഉണ്ടാവും, അങ്ങനെ എനിക്ക് തോന്നുന്നത് കറക്റ്റ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക ഹെവി ആയിട്ട് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. രാവിലെ നമ്മൾ നന്നായിട്ട് കഴിച്ച് പോവുകയാണെങ്കിൽ ടിഫിൻ ടൈം എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നാക്കോ എന്തെങ്കിലും കൊടുത്തയച്ചാൽ മതിയാവും. കാരണം അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ പാറുട്ടൻ ദേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കാശിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാശിക്കുട്ടനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കഴിച്ചോളും. അവനെല്ലാം ഞാൻ നോക്കിയാൽ 5 വയസ്സ് പ്രായമുള്ള അവൾക്ക് ഞാൻ ഇപ്പോഴും ഊട്ടി കൊടുക്കണം. 1.5 വയസ്സ് പ്രായമുള്ള കാശിക്കുട്ടൻ ഒറ്റയ്ക്ക് കഴിക്കുന്നു. അവനെല്ലാതും ഒറ്റയ്ക്ക് കഴിച്ചോളൂ. എനിക്ക് അങ്ങനെ അവനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. കാരണം അവന് ഫുഡ് വെച്ച് കൊടുത്താൽ അവൻ മര്യാദയ്ക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് മാന്യമായിട്ട് അവൻ ഭക്ഷണം കഴിക്കും. പക്ഷെ പാറുവിന് ഇപ്പോഴും കഴിക്കാൻ പറ്റില്ല. പാറുവിൻ്റെ 2 അനിയന്മാരും അല്ലൂസും ഐലൂസും പാറൂസും കണക്കാണ് ഫുഡ് കഴിക്കുന്ന ഒരു കാര്യത്തിലേട്ടാ. അതിന് നമ്മുടെ കാശിക്കുട്ടൊരു അവാർഡ് കൊടുക്കണം. പക്ഷേ ബാക്കിയുള്ളൊരു കാര്യം ബുദ്ധിമുട്ടിക്കാണ്ട് തന്നെ അവനിരുന്ന് കഴിച്ചോളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമാണ് രാവിലത്തെ ഒരു കാര്യത്തിൽ. അപ്പോൾ ഏട്ടൻ്റെ കാശിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടനപ്പോൾ വേഗം തന്നെ പോയി ഡ്രസ്സൊക്കെ മാറി പാറൂസിനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല കുട്ടിയായിട്ട് ഒരുങ്ങാനും പിടിക്കാനൊക്കെ നിന്നു. ചില ദിവസം പാറു എൻ്റെ പൊന്നി ഒന്നും പറയണ്ട, കിടക്കേന്ന് എണീക്കില്ല അവളിങ്ങനെ വാളും പിടിച്ചിങ്ങനെ കളിക്കും കേട്ടോ. അപ്പോൾ ചേച്ചി പോകാറാകുമ്പോഴത്തേനും ചേച്ചിയുടെ ചെരുപ്പൊക്കെ ഇടിക്കാൻ പോവാണ് കേട്ടോ. കാശിക്കുട്ടൻ ഇതുപോലെ ചെരുപ്പ് ഭയങ്കര ഭ്രാന്തുള്ളൊരു മനുഷ്യനാണ്, ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അവന് ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാറു ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കിടന്ന് പിച്ചും പെയ്യും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു പാറൂസ് എന്തുട്ടൊക്കെ കിടന്ന് ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാം എന്നോട് ഒറ്റയ്ക്കാവും, അവരൊക്കെ എവിടേക്കോ പോവും. വേണ്ട അമ്മോട് ഒറ്റയ്ക്ക് ഇരുന്നുണ്ട്. എല്ലാരും ഉണ്ടാവും കേട്ടോ ഇവിടെ. ചാച്ചനും മേമയും അച്ഛനും അച്ഛനൊക്കെ ഉണ്ടാവും കേട്ടാ. നല്ല കുട്ടിയായിട്ട് എഴുതണേ, മടി കാണിക്കാണ്ട് എഴുതണം കേട്ടാ. ട്രോഫിയൊക്കെ മേടിച്ചിട്ട് വാ കേട്ടാ. ശരി. പാറുമോക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് അതൊക്കെ വരത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരും ഉണ്ട് ഇവിടെ, അമ്മമ്മ പേടിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവരെവിടേക്കെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും പാറൂസ് ഞാനില്ല എന്നുണ്ടെങ്കിൽ പാറു അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ടേ അങ്ങനത്തെ ഒക്കെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ്. ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. പാറു ചോറ് കഴിച്ചു പോണ ദിവസങ്ങളിലേ പാറു സാധാരണ കഞ്ഞിയാണ് കുടിക്കാറ്. അത് അവൾക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞിയാണ്. പിന്നെ അവൾക്ക് ഫേവറേറ്റ് മുട്ടപ്പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. മുട്ടപ്പത്തിരി നൂലപ്പം പാലൊഴിച്ച് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സെയിം അവളുടെ അച്ഛനെ പോലെ തന്നെ. ഏട്ടൻ അങ്ങനെയാണ്, പാലൊഴിച്ച് കഴിക്കുന്ന എല്ലാ ഏട്ടനും ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് അവൾക്കും മുട്ടപ്പത്തിരി പറഞ്ഞ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുട്ടപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്രീൻ പീസും കണ്ടില്ലേ, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ അവൾക്ക് കൊടുത്തത്. ലഞ്ചും ടിഫിനൊക്കെ ആയിട്ട് കൊടുത്തത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു സംഭവം ഉപ്പേരി കൊടുത്ത് അയച്ചിട്ടുണ്ട്.
ഭയങ്കര വാശിയായിരുന്നു അത് വെക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും അലൗഡ് അല്ല അവിടെ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഇല്ലേ, സ്നാക്സ്, ചിപ്സ് ഐറ്റംസ് അവിടെ അലൗഡ് അല്ല, ബിസ്ക്കറ്റ്സ് ഒന്നും അവിടെ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്, ഇനിയിപ്പം എൻ്റെ തലമുടി ആകെ പരിപരുത്തിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് മേളത്തിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ അതൊന്ന് ഒതുക്കണം. പിന്നെ അതേപോലെ തന്നെ ദേ കാശിക്കുട്ടൻ ഭക്ഷണം കഴിച്ചു. കാശി ഹായ് ഹായ് പറ. അപ്പോൾ അടുക്കളയത്തെയും പാറൂസിനും ഒരിക്കലും അങ്ങനത്തെ ഒരു വലിയ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഇനി കാശിക്കുട്ടൻ അയ്യോ കാശിക്ക് വാശി ഒട്ടുമില്ല, പക്ഷേ കാശിക്ക് നല്ല കുറുമ്പാണ്, എല്ലായിടത്തും തപ്പി പിടിച്ച് കയറും. ഇത് ഇവൻ ഒറ്റയ്ക്കാണ് ഈ ഒരു ഈ ഒരു സ്റ്റൂള് നീക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. പാറൂസ് നിൽക്കുന്നത് കണ്ടിട്ട് പാറൂസ് നിൽക്കുന്ന പോലെ അതേപോലെ ചെയ്യാനാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് തട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ മുട്ടപ്പത്തിരി ഭയങ്കര സോഫ്റ്റായിരുന്നേ, നല്ല മുട്ടപ്പത്തിരി ആയിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മുട്ടപ്പത്തിരി കഴിക്കാനായിട്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മട്ട് പിടിക്കും. പാൽ ഒഴിച്ചിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ മത്ത് പിടിക്കുന്നത്. പണ്ടൊക്കെ എനിക്ക് 4-5 എണ്ണമൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം മാക്സിമം 3 എണ്ണം കഴിക്കത്തുള്ളൂ. എന്താ പറയുക, മത്ത് പിടിക്കുന്ന കാരണമാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ എടുക്കാനായിട്ടും കുറച്ച് പണിയാണ്. ഈ ഒരു മുട്ടപ്പത്തിരി ചട്ടിയും ഒരുപാട് കാലമായിട്ട് അമ്മ നിധി പോലെ കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇപ്പുറത്തെ ദേ അമ്മ ചായ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു കലം ചായ പാൽ ചായ, അതിന് വേണ്ടി ചായയൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാനപ്പോൾ ദേ 2 മുട്ടപ്പത്തിരിയാണ് കേട്ടോ ഞാൻ കഴിക്കാനെടുത്തത്. അതിൻ്റെ മേലയിൽ കുറച്ച് പഞ്ചസാരയും കൂടെ തൂവി കൊടുത്തിട്ട് നല്ല കുശാലായിട്ട് കഴിക്കാൻ പോവാണ്. വീട്ടിൽ നിഖിലിനും കീത്തുവിനും ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ നിഖിലും കീത്തും പോണ സമയത്ത്, കീത്തുൻ്റെ വീട്ടിലേക്ക് പോണ സമയത്താണ് ഈ ഒരു സാധനം ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസം പാറു ഇങ്ങനെ ഉണ്ടാക്കിത്തായോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ വേഗം തന്നെ കഴിച്ചിട്ട് വെളിച്ചെണ്ണ പുരട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. 2-3 ദിവസമായി തലയിൽ വെളിച്ചെണ്ണ ശരിക്കും പറഞ്ഞാൽ പുരട്ടിയിട്ട് ഫുള്ള് ജടയും ആകെ വൃത്തികേടായിരുന്നു. അപ്പോൾ വേഗം തന്നെ തലയിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി ഞാൻ വെച്ചു. ഇനി എപ്പോഴാണ് കുളിക്കാൻ പറയാൻ പറ്റില്ല, കുളിച്ചു വെച്ചും. അത് കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ കുളിപ്പിച്ചു കേട്ടോ. 3 എണ്ണത്തിനെയും ചടപടേന്ന് പറഞ്ഞ് കുളിപ്പിച്ച് ചടപടേന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി ഓരോത്തിനായിട്ട് ഉറക്കാൻ നിൽക്കണം. അപ്പം ഇന്ന് നമ്മൾ എന്താ പറയുക, വീട്ടിൽ പ്രത്യേകിച്ച് മീനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ പരിപ്പേറി വയ്ക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് ഉലത്തിയതുണ്ട്, അപ്പോൾ പരിപ്പേറി വയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് രാവിലെ തന്നെ ഇറങ്ങാനുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് കീത്തു സവാളൊക്കെ വാട്ടി, ഉള്ളിയാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അവൾ സവാളയൊക്കെ വാട്ടിയിട്ടുണ്ട്. ഞാൻ ആ നേരം കൊണ്ട് മാന്തളുണ്ടല്ലോ, പിന്നെ ചിക്കൻ വറക്കാനുണ്ടായിരുന്നു, കുറച്ച് മസാല തേച്ച് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മസാല ഒക്കെ തേക്കാനായിട്ട് ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്ത് വെച്ചതാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് ചിക്കൻ്റെ കാല് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പാറുമോക്ക് ഇങ്ങനെ ലെഗ് പീസ് മാത്രമായിട്ട് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ കാല് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ പരിപാടിക്കാണ്. കീത്താണെങ്കിൽ അവിടെ ഭയങ്കര കൊഞ്ചലും പിഴിയലൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ എന്തോ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയോ ഞങ്ങൾ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആരെയോ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളാരാണെന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ അവളിങ്ങനെ ഓരോരുത്തരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കീത്ത അവിടെ പരിപ്പ് കറി വെക്കാൻ പോവാണ്. ഞാനിവിടെ ചിക്കനുള്ളത് സെറ്റാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സത്യത്തിൽ ക്യാമറ ഞങ്ങളവിടെ സൈഡിൽ വെച്ചിട്ടുള്ള കാര്യം ഞങ്ങൾ മറന്നു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ ഞങ്ങൾ ഭയങ്കര വർത്താന ചെക്കിലാണ്. കഥ പറഞ്ഞ് പണികൾ ഭയങ്കര സ്ലോ ആവുകയും ചെയ്യും. ഞങ്ങൾ കഥ പറയാൻ ഞങ്ങൾക്ക് ഭയങ്കര സമയം, ഭയങ്കര മൂടുള്ള ദിവസങ്ങളാണെങ്കിൽ നല്ലോണം കഥകൾ പറയും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡെയിലി കാണുന്ന ആൾക്കാരല്ലേ, ഞങ്ങൾക്ക് പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. എന്നെങ്ങാനും 2 ദിവസം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ഇഷ്ടംപോലെ കഥകളുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളത്തെ പരിപാടീസൊക്കെ ഏകദേശം ആക്കി വെച്ചിട്ട് കാശിക്കുട്ടൻ ഏട്ടൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. കീത്തുൻ്റെ കയ്യിലിരുന്നത് ആരോ ആരോ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സുകളൊക്കെ നമ്മൾ സൈഡിൽ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയ ഡ്രസ്സുകളെ ഒന്ന് വെയിലത്തിട്ടിരുന്ന ഡ്രസ്സുകളാണ്, അതൊക്കെ ഒന്ന് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഐനൂസും നോക്കട്ടെ, ഐനുണ്ട്, ഐനും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മസാല ഒക്കെ വേഗം പുരട്ടി വെച്ച് 3 പിള്ളേരും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മസാല ഒക്കെ വേഗം പുരട്ടി വെച്ച് പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ തൈര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് തോരനുണ്ട്, ചിക്കൻ വറക്കാനായിട്ട് മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് ഉണക്കമീൻ
ഉണ്ടായിരുന്നു. ആ ഉണക്കമീൻ നന്നാക്കിയിട്ട് ഉണക്കമാന്തൾ നന്നാക്കി വറുത്ത് കൊടുത്ത് അമ്മയ്ക്കും പരിപ്പ് കറിയും പപ്പടവും തൈരും ഉണക്കമാന്തളും. സുഭാഷ്. എനിക്ക് ചിക്കൻ കറി മീൻ കറിയൊക്കെ വെക്കുന്നേക്കാളും എനിക്കിഷ്ടം ഇങ്ങനത്തെ കുറച്ച് കോമ്പിനേഷൻസ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് കുറേ ചോറ് കഴിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻസിലൊക്കെ കുറേ ചോറ് കഴിക്കും. അപ്പോൾ അതേ രാവിലെ തൊട്ട് നമ്മുടെ വൈകുന്നേരം വരെയുള്ള പരിപാടികളൊക്കെ ഇത് ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അത് എൻ്റെ തലയിലൊരു കൊട്ടയ്ക്ക് വെളിച്ചെണ്ണുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം മുമ്പ് ഷൂട്ട് ഉണ്ടായിരുന്നായിരുന്നു. തല ഫുള്ളിങ്ങനെ സ്പ്രേൻ്റൊക്കെ നിൽക്കുക. അപ്പോൾ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ പേരട്ടി എപ്പോൾ തുടങ്ങിയ തുമ്പലാണ് കേട്ടോ. പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ്. സമയം 12 മണി ആവാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം. അപ്പോൾ വേഗം തന്നെ കുളിച്ചിട്ട് റെഡിയായിട്ട് പോകാൻ നോക്കട്ടെ. കുറച്ച് നാളുകൾക്ക് ശേഷം, കുറേ നാളല്ല, കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു മോർണിംഗ് റൂട്ടീൻ ഇടുന്നത്. മോർണിംഗ് ടു ഓക്കെ. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ മോർണിംഗ് ഒരു വൈബ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റെപ്പ് കയറുകൊണ്ട് കിതയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.